അതൊക്കെ നോക്കിയടാ ഷിയു. ഹായ് ഫ്രണ്ട്സ്. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഓർമ്മയുണ്ടോ? ഈ സ്ഥലത്തിന്റെ ഗെറ്റപ്പ് തന്നെ മാറിപ്പോയിട്ടുണ്ട് ഫ്രണ്ട്. ഈ സ്ഥലം പണ്ട് കിടന്നേച്ച പോലെ ഇന്നല്ലേ ഇപ്പൊ കാണാൻ കിടക്കണത്. ഒരു വർഷം മുമ്പ് കിടന്ന പോലെയല്ലേ ഇപ്പൊ കിടക്കണത്. ഫുൾ പണിയും കഴിഞ്ഞ് നമ്മുടെ PG ആന്റണി ഗ്രൗണ്ട് ഒരു സെറ്റപ്പ് ആയിട്ടുണ്ട് ഫ്രണ്ട്. ഇപ്പൊ എല്ലാവർക്കും കൂടെ നടക്കുകയും ഇരിക്കുകയും ജിമ്മും പിന്നെ ടോയ്ലറ്റും ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഒക്കെ ഉണ്ട്. ദേ ഫ്രണ്ട്സ്, അതൊക്കെ നോക്കി ഒരു അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ കുറെ പേര് ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കാനുണ്ട്. അതേപോലെ തന്നെ അവിടെ ജിമ്മിന് തന്നെ ആൾക്കാർ ജിമ്മ് ചെയ്യുന്നുണ്ട്. പിന്നെ കൊച്ചുങ്ങളെയായാലും പാർക്കിലൊക്കെ ഇരുത്തേക്കെ ചെയ്യാം. എല്ലാവരും സെറ്റപ്പ് ആയിട്ടുണ്ട് ഫ്രണ്ട്. ഇപ്പൊ ഒരു അടിപൊളി PG ആന്റണി ഗ്രൗണ്ട് ആയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവർക്കും കളിക്കാം. ഞങ്ങളിപ്പോ ഒരു വർഷത്തോളമായി ഫ്രണ്ട്സ് ഇവിടെ കളിക്കാനൊക്കെ ആയിട്ട് വന്നിട്ട്. ഇവിടെ പണി നടക്കണ കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ കളിക്കാനായിട്ടൊന്നും വരണ്ടായില്ല. CSML കോർപ്പറേഷനും കൂടിയാണ് നമ്മുടെ ഈ PG ആന്റണി ഗ്രൗണ്ട് പണിതത്. അതേപോലെ തന്നെ ഇവിടെ കുറെ അധികം മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ചർച്ചയൊക്കെ ഉണ്ടായി. നേരത്തെ ടർഫ് തന്നേന്റെ കാര്യമൊക്കെ രണ്ട് പാർട്ട് നമ്മുടെ വീഡിയോയില് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഞങ്ങള് മേരങ്കളെയൊക്കെ ഒരു പ്രാവശ്യം കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഒരു പരിപാടിയുടെ സമയത്ത്. അപ്പോ ഞങ്ങള് ടർഫ് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മേരങ്കള് പറഞ്ഞ് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം ടർഫ് ഒന്നും വരൂലെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ ഇവിടെ ടർഫ് ഒന്നും വരാണ്ട് ഇപ്പോ ചെറിയ ഗ്രൗണ്ട് പോലെയൊക്കെ അയക്കണത്. പിന്നെ നമുക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വന്ന് കളിക്കാൻ പറ്റും. ഞങ്ങൾക്കായാലും എപ്പോ വേണമെങ്കിലും ഇപ്പൊ വന്ന് കളിക്കാൻ പറ്റും. രാവിലെ ആയാലും രാത്രി ആയാലും. രാവിലെ ആണെങ്കിൽ വെയിലൊക്കെ ഇല്ലാണ്ട് അത്യാവശ്യം നന്നായിട്ടൊക്കെ കളിക്കാൻ പറ്റും. വൈകുന്നേരവും രാത്രിയൊക്കെ വന്ന് കളിക്കാൻ പറ്റും. പിന്നെ നടക്കണ ആൾക്കാർക്കായാലും ഇവിടെ എല്ലായിടത്തും നടക്കാം. പിന്നെ ജിം എടുക്കണ ആൾക്കാർക്കായാലും ജിം എടുക്കാം. അപ്പുറത്തെ സൈഡിലും ഉണ്ട് കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെ. പിന്നെ അപ്പുറത്തായിട്ടാണ് നടക്കണ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന സെറ്റപ്പ് ഒക്കെ ഉള്ളത്. അവിടെയും ഒരു സ്റ്റേജ് ഉണ്ട്. നമ്മുടെ PG ആന്റണി ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്തത് മന്ത്രി MP രാജേഷ് ആണ്.
ഫ്രണ്ട്സ് ഇന്നലെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ഇതാരണം കൊണ്ട് ഇവിടെ കുറെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്ന്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇന്നലത്തെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നാടകമായിന്. പി ജെ ആന്റണി ഒരു നാടകക്കാരനായ കാരണം കൊണ്ട് തന്നെ ഒരു നാടകമായിന് ആദ്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ കുറെ അധികം കലാപരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2-3 ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് ഇവിടെ അതിൻ്റെയൊക്കെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഇവിടെ ചേച്ചിമാരൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് കുറെ പേരൊക്കെ ഉണ്ടാട്ടോ ഗൈസ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതൊക്കെ ചെയ്തോളും. പിന്നെ ഇവിടെ പാർക്കും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഫുള്ളായിട്ട് ഭയങ്കര സെറ്റപ്പിലാണ് ഇവിടെ ഇപ്പൊ പി ജെ ആന്റണി ഗ്രൗണ്ട് ഉള്ളത്. ഇവിടെ 2 ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. അവിടെ ഫുട്ബോളൊക്കെ ഇന്ന് പണ്ട് കളിച്ചോണ്ട് വെച്ചത്. ഇപ്പൊ ജിമ്മും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇന്ന് മെയിനായിട്ട് കുറെ ചേട്ടന്മാർ കളിച്ചോണ്ടൊക്കെ ഇരുന്നേച്ചത്. പിന്നെ ദേ ഇവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞു പിള്ളേർക്ക് കാര്യങ്ങൾക്കൊക്കെയാണ് പാർക്ക്. പക്ഷെ ഞങ്ങളും കളിക്കാറുണ്ട്. പിന്നെ അപ്പുറത്ത് തന്നെ നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ മറ്റേ അംഗനവാടി ഉണ്ട്. അവരെ ഇവിടെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കളിക്കാനൊക്കെ കൊണ്ടുവരാറുണ്ട്. ഇത് കൊള്ളാം. കുഞ്ഞു പിള്ളേർക്കുള്ളതാണ്, അംഗനവാടിയിലെ പിള്ളേർക്കുള്ളതാണ്. പക്ഷെ എല്ലാവരും കയറും, ഞാനും കയറും. സൂപ്പർ. ഫ്രണ്ട്സ് ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഞങ്ങളുടെ ഗ്രൗണ്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പാർക്കും ഫുട്ബോൾ കളിക്കാനും സൈക്കിൾ ഔട്ടാനും നടക്കാനും എല്ലാം ഇപ്പൊ പറ്റും ഇവിടെ. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ കുറേ ആൾക്കാരുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഗ്രൗണ്ടിന്റെ പിന്നിൽ. അപ്പോൾ CSMLAരും അതേപോലെ തന്നെ മേയറങ്ങളും കോർപ്പറേഷനൊക്കെ വലിയൊരു താങ്ക് യു പറയാനുണ്ട്. അവരൊക്കെ കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഇപ്പൊ ഇവിടെ കാണാൻ പറ്റണത്. എനിക്ക് ഇവിടെ വന്നപ്പോ ഭയങ്കര സന്തോഷമായി. ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വരാം. ആരും ഞങ്ങളെ തടയൊന്നുമില്ല ഫ്രണ്ട്സ്. അപ്പൊ അതായത് നമ്മുടെ പി ജെ ആന്റണി ഗ്രൗണ്ടിന്റെ ഈ 3ാമത്തെ സീരീസ് ഇവിടെ അവസാനിക്കണേണ്. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് കുറെ വീഡിയോസ് ഒക്കെ ഇടാനായിട്ട് നല്ല താല്പര്യമൊക്കെ ആയിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ വരും. അപ്പൊ ഞങ്ങള് നല്ല വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പൊ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കുറച്ച് കുറവാണ്. ലോങ് വീഡിയോസ് ഷോർട്സ് ഒക്കെ എല്ലാ ദിവസവും തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അച്ഛനും അമ്മയാണ് കുറച്ച് നാളായിട്ട് ലോങ് വീഡിയോസ് ഒക്കെ ചെയ്യണത്. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരേക്കും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, താഴെ കാണുന്ന ബെൽ ബട്ടൺ വെക്കണം. അതോടുകൂടി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. പിന്നെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.